മാനവചരിത്രത്തിൽ ഉയർന്നു നിൽക്കുന്ന മഹാപുരുഷനാണ് നൂഹ് നബി അലൈഹിസ്സലാം, ഷെയ്ഖുൽ അംബിയ. അങ്ങനെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിനെ കാലം വിളിച്ചത്. കാലം നൂഹ് നബി അലൈഹിസ്സലാമിന് നൽകിയ മറ്റൊരു സ്ഥാനപ്പേര് നജിയുല്ലാഹ് എന്നാണ്. മഹാപ്രളയത്തിലെല്ലാം നശിച്ചു. സകല ജീവികൾക്കും മരണം സംഭവിച്ചു. കപ്പലിൽ പ്രവാചകന്റെ 3 മക്കളുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് പിന്നെ മനുഷ്യവർഗം വളർന്നുവന്നത്. ആ മനുഷ്യവർഗത്തിന്റെ പിതാവാണ് നൂഹ് നബി അലൈഹിസ്സലാം. ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാം കാലയവനികക്കുള്ളിൽ മറഞ്ഞു വഫാത്തായി മണ്ണിലേക്കു മടങ്ങി. ഭാര്യ ഹവ്വാ ബീവിയും അങ്ങേ ലോകത്തേക്കു പോയി. ഹവ്വ ഉമ്മ ബീവി റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഉമ്മുമ്മ. അറേബ്യ പുണ്യഭൂമിയിൽ ഖബറടക്കപ്പെട്ടു. ജദ്ദത്തിന്റെ അഥവാ ഉമ്മുമ്മയുടെ ഖബറുള്ള പ്രദേശം ജദ്ദത്ത് എന്നറിയപ്പെട്ടു. പിന്നെ ഇത് ലോകപ്രസിദ്ധമായ മഹാനഗരമായി വളർന്നു. മിനിറ്റുകൾ വെച്ച് വിമാനങ്ങൾ പറന്നിറങ്ങുകയും പറന്നുയരുകയും ചെയ്യുന്ന വിശാലമായ എയർപോർട്ട് വന്നു. വർഷം തോറും അനേകലക്ഷം ഹാജിമാർ വന്നിറങ്ങുന്ന ജിദ്ദ നഗരം. വർഷം മുഴുവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉംറയ്ക്കുവേണ്ടി സത്യവിശ്വാസികൾ ഒഴുകിയെത്തുന്ന മഹാനഗരം. ഉമ്മുമ്മയുടെ ഓർമ്മ നിലനിർത്തുന്ന വിസ്മയലോകം. ആദം നബി അലൈഹിസ്സലാം വഫാത്തായ ശേഷവും 10 തലമുറകൾ കടന്നുപോയി. അപ്പോഴാണ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനനം. നൂഹ് നബി അലൈഹിസ്സലാമിനെ ആദം നബി അലൈഹിസ്സലാമിന്റെ 10ാമത്തെ പൗത്രനായി ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിലേക്ക് പോവാം. കൃഷിയും കാലിവളർത്തലും നന്നായി നടക്കുന്ന ഗ്രാമം. അധ്വാനശീലരായ ജനത. സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചുപോകുന്നു. അവർക്കിടയിലെ ഒരുന്നത വ്യക്തിയാണ് ലാമക്. നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ. മുദവശ്ലിഹിന്റെ ഓമനപുത്രൻ. മകൻ വളർന്നു വലുതായിരിക്കുന്നു. അവനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണം. മാതാപിതാക്കൾ മകന്റെ വിവാഹകാര്യം ചർച്ച ചെയ്തു. കുടുംബത്തിലെ മുതിർന്നവർ വധുവിനെ അന്വേഷിച്ചു. ലാമകിന് പറ്റിയ വധുവിനെ കണ്ടെത്തി. പാരമ്പര്യമുള്ളവളായ ആനൂഷിന്റെ പ്രിയപുത്രി ശംഹ. ഗോത്രക്കാർക്കെല്ലാം സന്തോഷമായി. പറ്റിയ വധുവിനെ കണ്ടെത്തിയ സന്തോഷം. ഗോത്രത്തിലുള്ളവരെല്ലാം മുസ്ലിങ്ങളാണ്. മതവിധികൾ പാലിക്കുന്നവർ. ഇദ്രീസ് നബി അലൈഹിസ്സലാം പഠിപ്പിച്ചതനുസരിച്ചാണവർ ജീവിക്കുന്നത്. അല്ലാഹു കൽപ്പിച്ചതെല്ലാം അനുഷ്ഠിക്കുന്നു. വിരോധിച്ചതെല്ലാം ഒഴിവാക്കുന്നു. വിവാഹം അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. അതിന് ചില വിധികളും ചിട്ടകളുമുണ്ട്. പണ്ഡിതന്മാർ അതെല്ലാം ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുക്കും. ജനങ്ങൾ അനുസരിക്കും. വിധികളും ചിട്ടകളും സൂക്ഷ്മതയോടെ പാലിച്ചുകൊണ്ടുള്ള വിവാഹമാണ് ഗോത്രത്തിൽ നടക്കാൻ പോകുന്നത്. വേണ്ടപ്പെട്ടവരെയെല്ലാം ക്ഷണിച്ചു. കേമമായിത്തന്നെ സദ്യയൊരുക്കി. ലാമക് പുതിയാപ്പിളയായി ഒരുങ്ങി. കുലീന വ്യക്തികൾ പങ്കെടുത്ത സദസ്സ്. പണ്ഡിതന്മാരുടെ കാർമ്മികത്വം വിധിപോലെ കർമ്മങ്ങൾ നടന്നു. അനൂഷ് തന്റെ മകൾ ശംഹായെ ലാമകിന്റെ ഇണയാക്കിക്കൊടുത്തു. രുചികരമായ ആഹാരസാധനങ്ങളും മധുരപാനീയങ്ങളും പഴവർഗ്ഗങ്ങളും വിളമ്പി. ഇഷ്ടപ്പെട്ട സദ്യ. ലാമകും ശംഹായും ജീവിത പങ്കാളികളായി. ഉല്ലാസം നിറഞ്ഞ യൗവനം. വിശാലമായ മരുഭൂമിയും അതിലെ മണൽക്കുന്നുകളും അവരെ വരവേറ്റു. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മലകളും അവയിലെ മുൾച്ചെടികളും കാട്ടുപൂക്കളും നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. മഞ്ഞുതുള്ളികളിറ്റു വീഴുന്ന പ്രഭാതങ്ങൾ അവരെ ആഹ്ലാദം കൊള്ളിച്ചു. കൂട്ടുകാരോടൊപ്പം നായാട്ടിനു പുറപ്പെടുന്ന ലാമകിനെ പ്രിയ പത്നിനി നിറപുഞ്ചിരിയോടെ യാത്രയാക്കി. കളിയും ചിരിയും നിറഞ്ഞ രാപ്പകലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. മാസങ്ങൾ കൊഴിഞ്ഞു വീണപ്പോൾ ശംഹാക്കൊരു കാര്യം ബോധ്യമായി. താൻ ഗർഭിണിയാണ്. ദാമ്പത്യം ഐശ്വര്യപൂർണമായിരുന്നു. സമയമെത്തിയപ്പോൾ കുഞ്ഞു പിറന്നു. കാലം അവർക്ക് പല സന്താനങ്ങളെ നൽകി. ലാമക് ശംഹാ ദമ്പതികൾക്ക് പിറന്ന ഓമന മകനാണ് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മാതാവിനെ ചിലർ സാഖ എന്ന് വിളിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മാതാവ് കാമിലിന്റെ മകൾ ഫനിയൂസായാണെന്ന് ചിലർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉമ്മയുടെ പേര് മിഞ്ചലായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയവരുമുണ്ട്. ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം ഇവർക്കിടയിൽ 10 പിതാക്കന്മാരുണ്ടായിരുന്നു. പരമ്പരയായി വരുന്ന 10 പേരും സത്യവിശ്വാസികളായിരുന്നു. നൂഹ് എന്നത് പിന്നീട് കിട്ടിയ പേരാണ്. ആദ്യത്തെ പേര് യഷ്കുർ ആയിരുന്നുവെന്നാണ് ഒരഭിപ്രായം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേര് ലാമക് എന്നും ലമക് എന്നും എഴുതിക്കാണുന്നു. ലാം എന്ന അക്ഷരത്തിനു ശേഷം അലിഫ് ചേർത്തിയും ചേർക്കാതെയോ എഴുതിക്കാണുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടിയെ ലാലിച്ചു വളർത്തി. വീട്ടിലെ സംശുദ്ധമായ ചുറ്റുപാട് കുട്ടിയിൽ വിശുദ്ധ ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ സഹായകമായി. സത്യം പറയാൻ ശീലിച്ചു. ഏതവസ്ഥയിലും സത്യം മുറുകെ പിടിക്കാനുള്ള ആത്മധൈര്യം കൈവന്നു.
അധ്വാനശീലം, വിശ്വസ്തത, സഹാനുഭൂതി, സ്നേഹം എന്നീ ഗുണങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ ശക്തി പ്രാപിച്ചു. നിലാകാശവും അവിടെ ഉദിച്ചുയരുകയും സമയമെത്തുമ്പോൾ അസ്തമിച്ചു പോവുകയും ചെയ്യുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കുട്ടിയെ ആകർഷിച്ചു. അതിനു പിന്നാലെ അതിസൂക്ഷ്മമായ ആസൂത്രണം. അതേക്കുറിച്ചോർത്ത് കുട്ടി അതിശയപ്പെട്ടു. ഹാബിലിന്റെ അന്ത്യം. സുദീർഘമായൊരു കാലഘട്ടം. ജനങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിച്ച നൂഹ് നബി അലൈഹിസ്സലാം. എത്രയാണ് ആ കാലഘട്ടത്തിന്റെ ദൈർഘ്യം? 950 കൊല്ലം. എന്നിട്ട് വിശ്വസിച്ചതോ? കുറച്ചുപേർ മാത്രം. ക്രൂരന്മാരുടെ സമൂഹം, ദുഷ്ടന്മാർ. അവർ നബിയെ പരിഹസിച്ചു, ചീത്ത വിളിച്ചു, രോഷം കൊണ്ടു കല്ലെറിഞ്ഞു, അടിച്ചു വീഴ്ത്തി. നൂഹ് നബി അലൈഹിസ്സലാം ബോധം കെട്ടുവീണുപോയി. ഇത്രയും ക്രൂരതയുള്ള സമൂഹമാര്? അവർ ആരുടെ പിൻഗാമികൾ? അവർ കാബീലിന്റെ പിൻഗാമികൾ. ആരാണ് കാബീൽ? ആദം നബി അലൈഹിസ്സലാമിന്റെ പുത്രൻ. ലോകത്തെവിടെയെങ്കിലും ഒരാൾ അന്യായമായി കൊല ചെയ്യപ്പെട്ടാൽ ആ കൊലപാതകത്തിന്റെ പാപഭാരത്തിന്റെ ഒരു ഭാഗം കാബീലിന് ലഭിക്കും. എന്താ കാരണം? ആദ്യത്തെ കൊലപാതകം നടത്തിയത് കാബീലാകുന്നു. കൊലപാതകം കൊടും പാപമാകുന്നു. ആ പാപം ഇവിടെ സ്ഥാപിച്ചത് കാബീൽ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കും മുമ്പ് ആ കൊലപാതക സംഭവം പറയേണ്ടി വന്നിരിക്കുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ ഇരട്ടകളായി പ്രസവിക്കപ്പെട്ടു. ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും. അവർ വളർന്നുവരും. അവർ സഹോദരങ്ങളായി കഴിയും. ഒരു പ്രസവത്തിലെ ആൺകുട്ടി മറ്റൊരു പ്രസവത്തിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്യും. അതാണ് അക്കാലത്തെ വിവാഹത്തിന്റെ മതവിധി. ഒരേ പ്രസവത്തിലെ ആണും പെണ്ണും വിവാഹം ചെയ്യാൻ പാടില്ല. അത് തെറ്റാണ്. കാബീൽ തെറ്റു ചെയ്തു. കാബീലിന്റെ സഹോദരനാണ് ഹാബിൽ. ഹാബിൽ തെറ്റു ചെയ്തില്ല. ഹവ്വ റളിയല്ലാഹു അൻഹ ഹാബിലിനെയും ലബൂദയെയും ഒന്നിച്ചു പ്രസവിച്ചു. മറ്റൊരു പ്രസവത്തിൽ കാബീലിനെയും ഇഖ്ലീമയെയും പ്രസവിച്ചു. 4 പേരും വളർന്നു, പ്രായപൂർത്തിയെത്തി, വിവാഹപ്രായമായി. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം ഇങ്ങനെ പ്രഖ്യാപിച്ചു: ഹാബിൽ ഇഖ്ലീമയെ വിവാഹം ചെയ്യട്ടെ, കാബീൽ ലബൂദയെ വിവാഹം ചെയ്യട്ടെ. കാബീലിന് ഈ നിർദ്ദേശം ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇങ്ങനെ പ്രഖ്യാപിച്ചു: അത് പറ്റില്ല. ഇഖ്ലീമയെ ഞാൻ കെട്ടും, ലബൂദയെ എനിക്ക് വേണ്ട. എന്താ കാര്യം? ഇഖ്ലീമ അതിസുന്ദരിയാണ്, ലബൂദയ്ക്ക് അത്രത്തോളം സൗന്ദര്യമില്ല. ആദം നബി അലൈഹിസ്സലാം എതിർത്തു. കാബീൽ വകവച്ചില്ല. കാബീലിന്റെ മനസ്സിൽ അസൂയ വളർന്നു. ഹാബിലിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. പക്ഷെ എങ്ങനെ? ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതെങ്ങനെ? അതറിയില്ല. മനസ്സിൽ പകയും വെറുപ്പും വളർന്നു. ശപിക്കപ്പെട്ട ഇബ്ലീസ് സന്തോഷിച്ചു. കാബീലിനെക്കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ പറ്റിയ സന്ദർഭം. മനുഷ്യവേഷത്തിൽ ഇബ്ലീസ് പുറപ്പെട്ടു, കയ്യിൽ ഒരു പക്ഷിയും. കാബീൽ എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ വന്നു മുൻപിൽ നിന്നു, കയ്യിൽ പക്ഷി. അയാൾ പക്ഷിയെ ഒരു കല്ലുകൊണ്ട് തലക്കടിച്ചു കൊന്നു. കാബീൽ നോക്കി നിന്നു. കൊല, കൊല, തലക്കടിച്ചു കൊല്ലാം. തലക്കടിച്ചാൽ ജീവൻ പോകും. സഹോദരനെ കണ്ടപ്പോൾ കാബീൽ കോപത്തോടെ പലതും വിളിച്ചു പറഞ്ഞു: നിന്നെ വെറുതെ വിടില്ല, നിന്നെ ഞാൻ കൊല്ലും. ഹാബിൽ ശാന്തനായി മറുപടി പറഞ്ഞു: സഹോദരാ, നീ എന്തിനെന്നോട് ശത്രുത പുലർത്തുന്നു? കുറ്റം ചെയ്താൽ ശിക്ഷ കിട്ടും. എന്നെ കൊന്നാൽ ആ പാപം നീ സഹിക്കണം. എന്റെ കണക്കിൽ വല്ല പാപവുമുണ്ടെങ്കിൽ അതും നീ സഹിക്കണം. ഹാബിൽ സഹോദരനെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഉപദേശങ്ങളൊന്നും ഫലം ചെയ്തില്ല. ആദം നബി അലൈഹിസ്സലാം 2 മക്കളെയും വിളിച്ചു സംസാരിച്ചു. വിധിയനുസരിച്ച് ഇഖ്ലീമയെ ഹാബിൽ വിവാഹം ചെയ്യണം. ഹാബിലിന് ഇഖ്ലീമയെ വളരെ ഇഷ്ടമാണ്. കാബീൽ ഇഖ്ലീമയെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ പിതാവ് തന്നെ ഒരു മാർഗം നിർദ്ദേശിച്ചു: 2 പേരും ഖുർബാൻ നടത്തുക. അല്ലാഹു ആരുടെ ഖുർബാൻ സ്വീകരിക്കുന്നുവോ അവൻ ഇഖ്ലീമയെ വിവാഹം ചെയ്യട്ടെ. ഇത് കേട്ടപ്പോൾ ഹാബിൽ പറഞ്ഞു: ഞാൻ അല്ലാഹുവിന്റെ വിധി സ്വീകരിക്കും. ഞാൻ ഖുർബാൻ നടത്താൻ തയ്യാറാണ്. ഹാബിൽ ആടുകളെ വളർത്തി ജീവിക്കുന്ന ആളാണ്. തന്റെ കൈവശം ധാരാളം ആടുകളുണ്ട്. ഒരാടിനെ ഖുർബാൻ കൊടുക്കാൻ തയ്യാറായി. നല്ലൊരാടിനെ കൊണ്ടുവന്നു പർവ്വതത്തിൽ വിട്ടു. കാബീൽ കർഷകനാണ്. ഗോതമ്പ് വയലുകളുടെ ഉടമയാണ്. ഒരു പീട്ടി ഗോതമ്പ് വൈക്കോൽ കൊണ്ടുവന്ന് പർവ്വതത്തിൽ വെച്ചു. ആകാശത്തുനിന്ന് പുകയില്ലാത്ത അഗ്നി ഇറങ്ങിവരണം. ഖുർബാൻ നൽകിയ വസ്തുവിനെ കൊണ്ടുപോവണം. അപ്പോൾ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടതായി കണക്കാക്കും. ഇതാണ് അക്കാലത്തെ രീതി. ആളുകൾ നോക്കി നിന്നു. ആകാശത്തുനിന്ന് അഗ്നി ഇറങ്ങി, ആടിനെ കൊണ്ടുപോയി. ഹാബിലിന്റെ ഖുർബാൻ സ്വീകരിക്കപ്പെട്ടു.
ഹാബിലിന്റേത് തിരസ്കരിക്കപ്പെട്ടു. ഹാബിൽ ഇഖ്ലീമയെ വിവാഹം കഴിക്കട്ടെ. ആദം നബി അലിഹിസ്സലാം വിധിച്ചു. ഹാബിൽ എതിർത്തു. ഖുർബാൻ തിരസ്കരിക്കപ്പെട്ടാലും ഞാൻ ഇഖ്ലീമയെ വിട്ടുതരില്ല. ഒരു ദിവസം ഹാബിൽ വനത്തിൽ പോയ കാര്യങ്ങൾ നിർവഹിച്ചു തിരിച്ചുവന്നു. ക്ഷീണം തോന്നി ഒരു മരത്തണലിൽ വിശ്രമിച്ചു. മെല്ലെ കണ്ണുകൾ അടഞ്ഞു. നേർത്ത മയക്കം ഉറങ്ങിപ്പോയി. ഹാബീൽ അതുവഴി വന്നു ഉറങ്ങുന്ന ഹാബിൽ പക്ഷിയെ തലക്കടിച്ചു കൊന്ന സംഭവം ഓർമ്മ വന്നു. പിന്നെ താമസിച്ചില്ല. വലിയൊരു കല്ല് ചുമന്നുകൊണ്ടുവന്നു. ഹാബിലിന്റെ സമീപത്തെത്തി കല്ലുയർത്തിപ്പിടിച്ചു. പിന്നെ ശക്തിയായി തലയിലേക്കിട്ടു. തല പിളർന്നു രക്തമൊഴുകി. ഹാബിൽ അന്ത്യശ്വാസം വലിച്ചു. ഭൂമിയിൽ ആദ്യത്തെ കൊലപാതകം നടന്നു. അസൂയ വരുത്തിയ വിപത്ത്. അറേബ്യയിലെ യഹൂദികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസൂയയുണ്ടായിരുന്നു. അസൂയ അവരുടെ മനസ്സിൽ നിറഞ്ഞു. എത്ര തെളിവുകൾ നിരത്തിയിട്ടും അവർ സത്യവിശ്വാസം കൈക്കൊള്ളാൻ തയ്യാറായില്ല. ശത്രുത വർദ്ധിച്ചുകൊണ്ടിരുന്നു. വാസ്തവത്തിൽ അസൂയയാണ് മനുഷ്യനെ ദുഷിച്ച അവസ്ഥയിലെത്തിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഖാബിലിന്റെ അസൂയയെക്കുറിച്ച് യഹൂദികൾക്ക് സത്യസന്ധമായ രീതിയിൽ പറഞ്ഞുകൊടുക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. ഖാബിലിനെക്കുറിച്ച് യഹൂദികൾക്കും ചില ക്രിസ്ത്യാനികൾക്കും ചില വിവരങ്ങളൊക്കെയുണ്ടായിരുന്നു. പല അബദ്ധങ്ങളും കടന്നുകൂടിയ കഥകൾ. യഥാർത്ഥ സംഭവം അല്ലാഹു വിവരിക്കുന്നു. സൂറത്തു മാഇദയിലെ ഈ വിവരണം നോക്കൂ. നബിയെ, അവർക്ക് ആദമിന്റെ 2 പുത്രന്മാരുടെ വൃത്താന്തം യഥാർത്ഥമായ രീതിയിൽ ഓതിക്കൊടുക്കുക. അതായത് അവർ രണ്ടാളും ഒരു ഖുർബാൻ അഥവാ ബലികർമ്മ നടത്തിയ സന്ദർഭം. എന്നിട്ട് അവരിൽ ഒരാളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെട്ടു, മറ്റേയാളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതുമില്ല. അവൻ ബാബിൽ പറഞ്ഞു, നിശ്ചയം നിന്നെ ഞാൻ കൊലപ്പെടുത്തും. അവൻ ഹാബിൽ പറഞ്ഞു, തഖ്വ, ഭയഭക്തി സൂക്ഷ്മതയുള്ളവരിൽ നിന്നെ അല്ലാഹു സ്വീകരിക്കൂ. എന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടി എന്റെ നേരെ നിന്റെ കൈ നീട്ടിയാൽ തന്നെ നിന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടി നിന്റെ നേരെ എന്റെ കൈ ഞാൻ നീട്ടുന്നതല്ല. നിശ്ചയമായും ഞാൻ ലോകരക്ഷിതാവായ അല്ലാഹുവിനെ ഭയപ്പെടുന്നു. നിശ്ചയമായും ഞാൻ എന്റെ കുറ്റവും നിന്റെ കുറ്റവും കൊണ്ട് നീ മടങ്ങുവാനുദ്ദേശിക്കുന്നു. അങ്ങനെ നീ നരകത്തിന്റെ ആൾക്കാരിൽ പെട്ടവനായിത്തീരാൻ. അതാണ് അക്രമികളുടെ പ്രതിഫലം. എന്നിട്ട് അവന്റെ സഹോദരനെ കൊല്ലുന്നതിന് അവന്റെ ഖാബിലിന്റെ മനസ്സ് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ അവൻ സഹോദരനെ കൊല ചെയ്തു. അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായിത്തീർന്നു. ഖാബിൽ ആദ്യത്തെ കൊലപാതകനാണ്. പല ദുഷ്ടന്മാർക്കും ഇത് മാതൃകയായി. ദുഷ്ടന്മാരും അഹങ്കാരികളും ഖാബിലിനെ മാതൃകയാക്കി. അവർ പലരെയും കൊന്നു. എല്ലാ കൊലപാതകങ്ങളുടെയും ഒരംശം ഖാബിലിനുണ്ട്. ഇസ്രായേൽ സമൂഹത്തോട് അല്ലാഹു പറഞ്ഞു, ഒരു മനുഷ്യനെ അകാരണമായി കൊന്നാൽ അവൻ മനുഷ്യരെ മുഴുവൻ കൊന്നവനെപ്പോലെയായി. ഒരു മനുഷ്യനെ ജീവിപ്പിച്ചാൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ച പോലെയായി. ഖിബിലിന്റെ അവസ്ഥയെന്തായി? മനുഷ്യരെ മുഴുവൻ കൊന്നവനെപ്പോലെയായി. വധത്തിൽ നിന്ന് സഹോദരനെ രക്ഷിച്ചിരുന്നെങ്കിൽ എല്ലാ മനുഷ്യരെയും രക്ഷിച്ചതുപോലെയാകുമായിരുന്നു. സഹോദരന്റെ മൃതദേഹം എന്തു ചെയ്യണമെന്നറിയാതെ ഖാബിൽ അത് ചുമന്നുകൊണ്ട് നടന്നു. 40 നാൾ അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഖാബിൽ ഒരു കാഴ്ച കണ്ടു. അതിശയം കൊണ്ട് വാ പൊളിച്ചുപോയി. ചത്ത പക്ഷിയെ കുഴിച്ചിടുന്ന രംഗം കണ്ടു. ദുഷ്ടമൃഗങ്ങളും പക്ഷികളും തമ്മിൽ ഏറ്റുമുട്ടി പക്ഷി ചത്തു. പക്ഷിയെ മറവ് ചെയ്യണം. ഒരു കാക്ക കൊക്കുകൊണ്ട് മണ്ണിൽ കുഴിയുണ്ടാക്കി. ആ കുഴിയിൽ ചത്ത കാക്കയെ ഇട്ട് മടങ്ങി. കാക്കയിൽ നിന്ന് പാഠം പഠിച്ചു. വലിയൊരു കുഴിയുണ്ടാക്കി സഹോദരന്റെ മൃതദേഹം അതിലിട്ട് മൂടി പ്രശ്നം തീർന്നു. ഞാൻ ഈ കാക്കയ്ക്ക് തുല്യമായിപ്പോയി. സഹോദരനെ കൊന്നില്ലായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ വന്നു ചേരുമായിരുന്നില്ല. ഖാബിൽ അങ്ങനെ പറഞ്ഞു ഖേദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ ഇങ്ങനെ ഉപദേശിച്ചു, നിങ്ങൾ അസൂയ വെക്കരുത്. അസൂയാലു ശപിക്കപ്പെട്ടവനാകുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു ഹാബിലിന്റെ ഖുർബാൻ സ്വീകരിച്ചു. ഖാബിലിന്റെ ഖുർബാനിനെ തള്ളിക്കളഞ്ഞു. എത്ര വേഗതയിലാണത് ചെയ്തത്! അസൂയ വരുത്തിയ വിന. ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകവും ആദ്യത്തെ ഖബറടക്കവും നടന്നു. ഇക്കാരണത്താൽ ഇസ്രായേലികളുടെ കാര്യത്തിൽ ഇങ്ങനെയൊരു നിയമം വന്നു. ഖുർആൻ പറയുന്നു, അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികളുടെ മേൽ നാം രേഖപ്പെടുത്തി, ഒരു ദേഹത്തിനെ കൊല ചെയ്തതിനോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനോ പകരമല്ലാതെ ആരെങ്കിലും ഒരു ദേഹത്തെ കൊലപ്പെടുത്തിയാൽ അവൻ മനുഷ്യരെ മുഴുവൻ കൊല ചെയ്തതുപോലെയാകുന്നു. ആരെങ്കിലും ഒരു ദേഹത്തെ ജീവിപ്പിക്കുന്നതായാൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചതുപോലെയാകുന്നു. ഖാബിൽ വളരെക്കാലം ജീവിച്ചു. വലിയൊരു പരമ്പരയുണ്ടായി. ഒടുവിൽ രോഗം വന്നു കിടപ്പിലായി. മരണം ആസന്നമായി. അപ്പോൾ ശപിക്കപ്പെട്ട ഇബ്ലീസ് വന്നു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അഗ്നിയെ ആരാധിക്കുക.
എങ്കിൽ വിജയം വരിക്കും. കാബിൽ അഗ്നിയെ ആരാധിച്ചു. അവന്റെ അനന്തരാവകാശികളായ ജനങ്ങളും അഗ്നിയെ ആരാധിച്ചു. ഇബ്ലീസ് പറഞ്ഞതെല്ലാം അവർ വിശ്വസിച്ചു. അങ്ങനെ അഗ്നിയാരാധന തുടങ്ങി. ലൈംഗിക അരാജകത്വമാണ് ആ സമൂഹത്തിൽ പിന്നെ അരങ്ങേറിയത്. വകതിരിവില്ലാത്ത ജീവിതം. കാബീൽ സന്തതികൾ അല്ലാഹുവിന്റെ തൃപ്തിയിൽ നിന്നകറ്റപ്പെട്ടു. കാബിൽ നിന്ദ്യനായി മരണപ്പെട്ടു. ഇബ്ലീസ് ആ സമൂഹത്തെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ച ജനങ്ങൾ 2 വിഭാഗക്കാരായിരുന്നു. ഒന്ന്, കാബിൽ സന്താന പരമ്പര. ഇവർ ദുഷിച്ച ജനതയായിരുന്നു. രണ്ടാമത്തെ വിഭാഗം ശീസ് നബി അലൈഹിസ്സലാമിന്റെ പിന്തുടർച്ചക്കാരായിരുന്നു. ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളിൽ കാബിൽ ഒഴികെയുള്ളവരുടെ പരമ്പരകൾ ഈ വിഭാഗത്തിൽപ്പെടുന്നു. ഇവർ നല്ല മനുഷ്യരായിരുന്നു. ആദ്യ തലമുറകൾ മരണമടഞ്ഞതോടെ ഇബ്ലീസ് അവരെയും വഴിതെറ്റിക്കാൻ തുടങ്ങി. ശീസ് നബി അലൈഹിസ്സലാമിന്റെ പിൻഗാമികളിലെ പുരുഷന്മാർ വലിയ സുന്ദരന്മാരായിരുന്നു. കാബീൽ പരമ്പരയിലെ സ്ത്രീകൾ അതീവ സുന്ദരികളുമായിരുന്നു. ഇത് കാരണം ചില വിപത്തുകൾ വന്നുപെട്ടു. ഇബ്ലീസ് ഒരു സുന്ദര പുരുഷന്റെ വേഷത്തിൽ കാബിലുകാരുടെ ഗ്രാമത്തിൽ വന്ന് താമസമാക്കി. അവൻ ഒരു സംഗീതോപകരണം നിർമ്മിച്ചു. മധുരമായ രംഗം പുറപ്പെടുവിക്കുന്ന കുഴൽവിളി തുടങ്ങിയപ്പോൾ ആളുകൾ തടിച്ചുകൂടി. സുന്ദരികളുടെ വലിയ സദസ്സ് രൂപം കൊണ്ടു. അവർക്ക് സംഗീതം കേൾക്കണം. വീണ്ടും വീണ്ടും കുഴൽവിളി ഉയർന്നു. കൊല്ലത്തിലൊരിക്കൽ ഉത്സവം നടത്തണമെന്ന് ഇബ്ലീസ് നിർദ്ദേശിച്ചു. എല്ലാവരും അംഗീകരിച്ചു. ഉത്സവത്തിന് തീയതി നിശ്ചയിച്ചു. ശീസ് വിഭാഗത്തിൽപ്പെട്ടവരെയും ക്ഷണിച്ചു. ചില പുരുഷന്മാർ ഉത്സവത്തിന് വന്നു. തീറ്റി, കുടി, ആട്ടം, പാട്ട്. ഉത്സവം പൊടിപൊടിച്ചു. സ്ത്രീ പുരുഷ മേളം തന്നെ. ശീസ് വിഭാഗത്തിലെ കോമളന്മാരും കാബിൽ വിഭാഗത്തിലെ സുന്ദരിമാരും കൈകോർത്തു. പാതിരാവ് വരെ ആടിപ്പാടി. പിന്നെ നിയന്ത്രണങ്ങളെല്ലാം വിട്ടു. ഉത്സവം കാമകേളിയായി മാറി. പിന്നെ അത് നിത്യസംഭവമായി മാറി. മതമൂല്യങ്ങൾ ചോർന്നുപോയി. കുത്തഴിഞ്ഞ ജീവിതം തുടങ്ങി. ഈ ദുഷിച്ച ജനതയിലേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടത്. ഉപദേശങ്ങൾ അവർ ഇഷ്ടപ്പെട്ടില്ല. ഓരോ വാക്കും അവരെ ദേഷ്യം കൊള്ളിച്ചു. അവർക്ക് വേണ്ടത് കുത്തഴിഞ്ഞ ജീവിതമാണ്. കൊല്ലം തോറുമുള്ള ഉത്സവം കേമമായി. ഇതിനിടയിൽ അവർ ബിംബാരാധനയും തുടങ്ങിയിരുന്നു. അതിനു വഴിയൊരുക്കിയതും ഇബ്ലീസ് തന്നെ. അതിനുമുണ്ട് ഒരു ചരിത്രം. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് 5 മക്കളുണ്ടായിരുന്നു. സൽസ്വഭാവികൾ, പണ്ഡിതന്മാർ, ആരാധനയിൽ മുഴുകി ജീവിച്ചവർ, ജനസേവകർ, സ്നേഹസമ്പന്നർ. അവർ ജനങ്ങളെ സ്നേഹിച്ചു. അവരെ ഉപദേശിച്ചു. നല്ല കാര്യങ്ങളിൽ അവരെ സഹായിച്ചു. ജനങ്ങൾ അവരെ വല്ലാതെ സ്നേഹിച്ചു. അവർക്കുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ജനം തയ്യാർ. അവർ നന്നായി ആരാധന നടത്തി. അവരോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. ജനങ്ങൾക്ക് സന്തോഷമായി. ജനങ്ങൾക്കെപ്പോഴും അവരെ കണ്ടുകൊണ്ടിരിക്കണം. അവരുടെ സംസാരം കേൾക്കണം. അവരെ പിരിഞ്ഞിരിക്കാൻ മനസ്സുവരുന്നില്ല. ജനങ്ങൾ ആരാധനകളിൽ അതീവ താൽപര്യം കാട്ടിയിരിക്കെ 5 പേരിൽ ഒരാൾ മരണപ്പെട്ടു. ജനങ്ങൾക്ക് സഹിക്കാനാവാത്ത ദുഃഖം വന്നു. 4 പേർ അവരെ സമാധാനിപ്പിച്ചു. ഒരാൾ പോയാലും 4 പേരുണ്ടല്ലോ എന്നവർ ആശ്വസിച്ചു. കാലം ആരെയും വെറുതെ വിടില്ല. സമയമെത്തുമ്പോൾ മരിച്ചു പിരിയണം. നാട്ടിൽ പലരും മരിക്കുന്നു. ഇദ്രീസ് നബി അലൈഹിസ്സലാം മരിച്ചുപോയില്ലേ? ആ ദുഃഖം ജനം സഹിച്ചില്ലേ? പിന്നെയും മരണങ്ങൾ സംഭവിച്ചു. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ എല്ലാ മക്കളും മരിച്ചുപോയി. ഇതെങ്ങനെ സഹിക്കും? നബി പോയി, 5 മക്കളും പോയി. ആളുകൾ പല സ്ഥലത്തായി കൂട്ടം കൂടിയിരിക്കുന്നു. മരിച്ചുപോയവരെക്കുറിച്ച് പറഞ്ഞ് കരയാൻ തുടങ്ങി. പരേതരുടെ ഗുണങ്ങൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി. ശപിക്കപ്പെട്ട ഇബ്ലീസ് അവരോടൊപ്പം കൂടി. ദുഃഖത്തിൽ പങ്കെടുത്തു. ഇബ്ലീസ് അവരെ പലതും പറഞ്ഞു ആശ്വസിപ്പിക്കും. എല്ലാവർക്കും ഇബ്ലീസ് വളരെ വേണ്ടപ്പെട്ടവനായി. അവന്റെ വാക്കുകൾക്ക് ആളുകൾ വില കൽപ്പിച്ചു തുടങ്ങി. ഒരു ദിവസം ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞു: മരിച്ചുപോയ മഹാന്മാരോടുള്ള നിങ്ങളുടെ സ്നേഹം വളരെ വലുതാണ്. അവരെ കാണാതെ നിങ്ങൾ ദുഃഖിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖം തീർക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾക്കവരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. അതങ്ങനെ? എല്ലാവരും കൂടി ചോദിച്ചു. പറയാം, കേട്ടോളൂ. ഞാൻ അവരുടെ പ്രതിമയുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്കവരെ എപ്പോഴും കാണാമല്ലോ. അതൊരു നല്ല കാര്യമായി അവർക്ക് തോന്നി. ഇബ്ലീസ് പ്രതിമകളുണ്ടാക്കി. അതേപോലെയുണ്ട്. ജനങ്ങൾ എല്ലാ ദിവസവും അവയെ കാണും. അതൊരാശ്വാസമാണ്. പ്രതിമകളെ അലങ്കരിക്കാനും ആഭരണം ധരിപ്പിക്കാനും ഇബ്ലീസ് പറഞ്ഞു. അവരതനുസരിച്ചു. അവരുടെ മുൻപിൽ ചെന്ന് സങ്കടം പറയാനും.
ആവലാദികൾ ബോധിപ്പിക്കാനും. ഇബ്ലീസ് അവരെ പ്രേരിപ്പിച്ചു. പറഞ്ഞതെല്ലാം അനുസരിച്ചു. അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒടുവിൽ ആരാധിക്കാനും പറഞ്ഞു. ജനങ്ങൾ അതും അനുസരിച്ചു. വയസ്സന്മാർ മരിച്ചുപോയി. പുതിയ തലമുറ വന്നു. അവർക്ക് ഇദ്രീസ് നബിയെ അറിയില്ല. നബിയുടെ അധ്യാപനങ്ങളറിയില്ല. അല്ലാഹുവിനെക്കുറിച്ചും കാര്യമായിട്ടൊന്നും അറിയില്ല. ഇളം തലമുറ ജനിച്ചത് തന്നെ ബിംബാരാധനയുടെ അന്തരീക്ഷത്തിലേക്കാണ്. ഇബ്ലീസ് ഒരു ജനവിഭാഗത്തെ വഞ്ചിച്ചു. തൗഹീദിൽ നിന്ന് അവരെ ശിർക്കിലേക്ക് കൊണ്ടുപോയി. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ 5 പുത്രന്മാർ ഇവരായിരുന്നു: വദ്, സുവാഹ്, യഗൂത്ത്, യഊഖ്, നസ്ർ. ഇപ്പോൾ ഇവ 5 വിഗ്രഹങ്ങളുടെ പേരാണ്. ഇബ്നു ജരീർ ഈ വിഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ്: ആദം നബി അലൈഹിസ്സലാമിന്റെയും നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ഇടക്കുള്ള കാലത്ത് ജീവിച്ച സ്വാലിഹീങ്ങളായിരുന്നു ഇവരെല്ലാം. ഇബ്നു അബീ ഹാത്തിം രേഖപ്പെടുത്തുന്നു, വദ് എന്ന സ്വാലിഹായ മനുഷ്യൻ മരിച്ചു. ബാബൽ എന്ന നാട്ടിൽ ഖബറടക്കി. ദുഃഖിതരായ ജനത ഖബറിനു ചുറ്റുമിരുന്നു സങ്കടപ്പെട്ടു കരഞ്ഞു. ഇബ്ലീസ് മനുഷ്യവേഷത്തിൽ വന്നു, ഞാൻ നിങ്ങൾക്ക് ഈ മനുഷ്യന്റെ രൂപമുണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. വദ്ദിന്റെ പ്രതിമ നിർമ്മിച്ചു. ആളുകൾ അതിന്റെ ചുറ്റും കൂടി ഓരോ വീട്ടുകാർക്കും ഓരോ പ്രതിമ നിർമ്മിച്ചുകൊടുത്തു. ഓരോ വീട്ടിലും കാലാന്തരത്തിൽ ബിംബാരാധന തുടങ്ങി. തലമുറകൾ അതിനെ ആരാധിച്ചുവന്നു. വദ് എന്ന പദത്തിന് സ്നേഹം എന്നർത്ഥം. സ്നേഹത്തിന്റെ പ്രതീകമായി ഇത് വാഴ്ത്തപ്പെട്ടു. ലോകത്ത് ആരാധിക്കപ്പെട്ട ആദ്യത്തെ ബിംബം വദ്ദാകുന്നു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നിവർ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സംഭവം വിവരിക്കുന്നു. ഞങ്ങൾ അബ്സീനിയയിലായിരുന്നപ്പോൾ ഒരു ആരാധനാലയം കണ്ടു. മരിയ എന്നായിരുന്നു അതിന്റെ പേര്. അവിടെ ചില രൂപങ്ങൾ ഞങ്ങൾ കണ്ടു. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ സ്വാലിഹായ മനുഷ്യൻ മരിച്ചാൽ അദ്ദേഹത്തിന്റെ രൂപം ഉണ്ടാക്കിവെക്കും. അതുണ്ടാക്കുന്നവരാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ. ഖിയാമത്ത് നാളിൽ അവരായിരിക്കും ഏറ്റവും ദുഷിച്ചവർ. വദ് പുരുഷരൂപത്തിലുള്ള വിഗ്രഹമാണ്. ലോകം സ്നേഹത്തിൽ നിന്നു ആരംഭിച്ചു എന്ന സന്ദേശം വദ് നൽകുന്നു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടു. സുവാ സ്ത്രീ രൂപത്തിലുള്ള വിഗ്രഹമാണ്. ലോകത്തിന്റെ ഉത്ഭവം, നിലനിൽപ്പ് എന്നിവ സ്ത്രീയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന സന്ദേശം സുവാഹ് നൽകുന്നു. ഗ്രഹധരണം, കുടുംബകാര്യങ്ങൾ എന്നിവ സുവാഹസിനോട് പറയും. യഗൂദ് കുതിരയുടെ രൂപത്തിലുള്ള വിഗ്രഹം. ദുഃഖത്തിൽ നിന്ന് മോചനം നേടാൻ ഈ വിഗ്രഹത്തെ സമീപിക്കും. ദുഃഖിതരുടെ വലിയ കൂട്ടം യഗൂദിന്റെ മുൻപിൽ കാണും. യഊഖ് സിംഹരൂപത്തിലുള്ള ബിംബം. ആപത്തുകൾ തടയാനുള്ള കഴിവ് ഇതിനുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചു. നസ്ർ പരുന്തിന്റെ രൂപമുള്ള ബിംബം. ശക്തിയുടെ പ്രതീകമാണ്, ദൈവശക്തിയാണ് ലക്ഷ്യമിട്ടത്. കാലാന്തരത്തിലാണ് വിഗ്രഹങ്ങൾക്ക് രൂപമാറ്റങ്ങൾ സംഭവിച്ചത്. സ്വാലിഹീങ്ങളായ 5 പുരുഷന്മാരുടെ രൂപമാറ്റങ്ങളാണ് ഈ രൂപത്തിൽ മാറിയത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ മഹാപ്രളയത്തിൽ ഈ വിഗ്രഹങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. പിൽക്കാലത്ത് ഇബ്ലീസ് അവ പുറത്തെടുത്ത് അറബികൾക്ക് നൽകി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരം ഇന്ത്യയിലെ ഒരു മലയിൽ ഖബറടക്കപ്പെട്ടു. മുസ്ലിങ്ങൾ ഖബർ സന്ദർശിച്ചുകൊണ്ടിരുന്നു. മുസ്ലിങ്ങളല്ലാത്തവർ ഖബറിനടുത്ത് വന്നിരുന്നില്ല. അനുവദിക്കപ്പെട്ടിട്ടില്ല. മുസ്ലിങ്ങളല്ലാത്ത വിഭാഗത്തോട് ഇബ്ലീസ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിത്തരാം, ഖബറിനടുത്തേക്ക് പോവേണ്ട. 5 വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊടുത്തു. ഇന്ത്യക്കാർ അവയെ ആരാധിച്ചുവന്നു. മഹാപ്രളയകാലത്ത് മണ്ണിനടിയിലായ ബിംബങ്ങളെ ദീർഘകാലത്തിനുശേഷം ഇബ്ലീസ് പുറത്തെടുത്തു. ദുമ്മത്തുൽ ജന്തലിലെ കൽബ് ഗോത്രക്കാർക്ക് വദ് എന്ന ബിംബങ്ങൾ നൽകി. സബഇൽ നിന്നുള്ള മുറാദ് ഗോത്രക്കാർക്ക് യഗൂദ് ബിംബം കിട്ടി. ആഹ്ലാദത്തോടെ ഏറ്റുവാങ്ങി. യഊഖിനെ കിട്ടിയത് ഹംദാൻകാർക്ക്. നസ്റിനെ ഹമ്യർക്കാർക്ക് കിട്ടി. കാബിലിന്റെ വിഗ്രഹവും നിർമ്മിക്കപ്പെട്ടു. കാബിൽ പാരമ്പര്യമുള്ളവർ അതിനെ ആരാധിച്ചു. ബിംബാരാധന വളരെ ശക്തമായി. ധാരാളം ബിംബങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഷിർക്കിന്റെ ആധിപത്യമായി. ഇങ്ങനെയാരു കാലം മുമ്പുണ്ടായിട്ടില്ല. ഈ വിഭാഗത്തെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിയെ നിയോഗിച്ചു. ബിംബാരാധകർ ശക്തമായ പ്രതിരോധം തീർത്തു. നേർമാർഗത്തിലേക്കു വരിക. സന്മാർഗത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയ ഒരു ജനതയിലേക്കാണ് നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടത്. ആദം നബി അലൈഹിസ്സലാം ആദ്യ പിതാവാണ്. പിന്നീട് പിറന്ന തന്റെ സന്താനങ്ങളെ ഉപദേശിച്ചു നന്നാക്കുകയായിരുന്നു തന്റെ ദൗത്യം. ഷീസ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം എന്നിവർക്കും നല്ല മനുഷ്യരെ അഭിമുഖീകരിച്ചാൽ മതിയായിരുന്നു. എന്നാൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അവസ്ഥ അതല്ല.
ശക്തമായ എതിർപ്പിന്റെ മുമ്പിലേക്കാണ് വരുന്നത്. ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ട ആദ്യ പ്രവാചകൻ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം വിശേഷിക്കപ്പെട്ടു. നൂഹ് നബി അലൈഹിസ്സലാം താനുമായി വളരെ അടുപ്പമുള്ള ആളുകളോട് സ്വകാര്യമായി സംസാരിച്ചു. സർവ്വലോകങ്ങളും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു ഏകനാകുന്നു. ആരാധനക്കർഹൻ അവൻ മാത്രം തന്നെ. അവൻ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നത് വിശ്വസിക്കുക. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവന് പങ്കുകാരില്ല. പലരോടും പറഞ്ഞു നോക്കി, ആർക്കും വിശ്വാസം വരുന്നില്ല. പറഞ്ഞ് സംഗതി പരസ്യമായി. അതോടെ രൂക്ഷമായ എതിർപ്പും തുടങ്ങി. വിശുദ്ധ ഖുർആനിലെ 71 അധ്യായത്തിന്റെ പേര് സൂറത്തുൻ നൂഹ് എന്നാകുന്നു. ഈ അധ്യായത്തിൽ നൂഹ് അലൈഹിസ്സലാം നേരിട്ട ശക്തമായ എതിർപ്പുകൾ കാണാം. ശത്രുക്കൾക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന കേട്ടാൽ മനസ്സിലാക്കാം ശത്രുതയുടെ കാഠിന്യം. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, നീ നിന്റെ ജനതയ്ക്ക് ശക്തമായ താക്കീത് നൽകുക. വേദനാജനകമായ ശിക്ഷ വന്നു ഭവിക്കുന്നതിനു മുമ്പായി ജനങ്ങൾക്ക് താക്കീത് നൽകുക. ഈ ആശയം അവതരിപ്പിച്ചുകൊണ്ടാണ് സൂറത്ത് നൂഹ് ആരംഭിക്കുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ തുടക്കം അങ്ങനെയായിരുന്നു. അല്ലാഹുവിനെ ആരാധിക്കുക, ആരാധന അവനു മാത്രം. ഈ ബിംബങ്ങളെയെല്ലാം കൈവെടിയുക എന്ന് പറയുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിനെ സൂക്ഷിക്കുക. ജീവിതത്തിലുടനീളം സൂക്ഷ്മത വേണം. ശാന്തമായി ചിന്തിക്കണം. ഞാൻ അല്ലാഹുവിന്റെ ദൂതനാകുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കണം. നിങ്ങളുടെ ജീവിതരീതി മാറ്റണം. ഇന്ന് നിങ്ങൾ ഷിർക്കിൽ മുങ്ങിക്കിടക്കുകയാണ്. ഷിർക്കിൽ നിന്ന് മോചനം നേടണം, തൗഹീദിലേക്ക് വരണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തുതരും. അവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ പ്രവേശിപ്പിക്കും. ഈ ജീവിതം ശാശ്വതമല്ല. ഒരു നിശ്ചിത പരിധിവരെ മാത്രം മനുഷ്യന് ജീവിതമുള്ളൂ. സമയമെത്തിയാൽ ദുനിയാവിൽ നിന്ന് മാറിപ്പോയിക്കൊള്ളണം. ആരെയും പിന്തിച്ചിടുകയില്ല. എതിർപ്പുകൾ വകവയ്ക്കാതെയുള്ള പ്രബോധനം. സ്വീകാര്യമായും പരസ്യമായും പ്രബോധനം നടത്തി. രാത്രിയിലും പകലിലും നടത്തി. ജനങ്ങൾ രോഷാകുലരായി മാറി. ചിലർ ഭീഷണിപ്പെടുത്തി, ഈ വക സംസാരം നിർത്തണം. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കും. ഞങ്ങൾ ഇഷ്ടത്തെപ്പോലെ തന്നെ ജീവിക്കും. നീ അത് ചോദ്യം ചെയ്യരുത്. ഇത് നിനക്കുള്ള താക്കീതാണ്. സംസാരം നിർത്തിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ ശരിപ്പെടുത്തിക്കളയും. ധിക്കാരത്തിന്റെ ഭാഷയിലാണ് സംസാരം. നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ താക്കീത് അവഗണിച്ചു. വീണ്ടും വീണ്ടും അല്ലാഹുവിലേക്ക് ക്ഷണിച്ചു. ആ ജനത നൂഹ് നബി അലൈഹിസ്സലാമിനെ കയ്യേറ്റം ചെയ്തു മർദ്ദിച്ചു. അവശനായി നിലത്തു വീണു. ബോധം കെടുംവരെ പ്രഹരിച്ചു. ദുഷ്ടന്മാർ പിരിഞ്ഞുപോയി. അവശനായ പ്രവാചകൻ കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. അല്ലാഹുവിനെ വാഴ്ത്തി. ദാഹജലം പാനം ചെയ്തു. അവശതയോടെ വീട്ടിലേക്ക് മടങ്ങി. ആ പോക്കു നോക്കി ദുഷ്ടന്മാർ പരിഹാസച്ചിരി മുഴക്കി. സൂറത്ത് ഹൂദിലെ വാക്കുകൾ നോക്കാം. നൂഹിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വ്യക്തമായൊരു താക്കീതുകാരനാകുന്നു. നിങ്ങൾ അല്ലാഹുവിനെയല്ലാതെ ആരാധിക്കരുത്. വേദനയേറിയ ഒരു ദിവസത്തെ ശിക്ഷയെ നിങ്ങളുടെ മേൽ ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണികൾ പറഞ്ഞു, ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനായിട്ടല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളുടെ പ്രഥമ വീക്ഷണത്തിൽ ഞങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളവരല്ലാതെ നിന്നെയാരും പിൻപറ്റിയതായി ഞങ്ങൾ കാണുന്നുമില്ല. ഞങ്ങളെക്കാൾ നിങ്ങൾക്ക് വല്ല ശ്രേഷ്ഠതയുമുള്ളതായി ഞങ്ങൾ കാണുന്നുമില്ല. എന്നാൽ നിങ്ങളെ വ്യാജം പറയുന്നവരായാണ് ഞങ്ങൾ കരുതുന്നത്. ഏതാനും ആളുകൾ നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു. അവർ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ്. നൂഹ് നബി അലൈഹിസ്സലാമിനെ ഒരു സാധാരണ മനുഷ്യനായി അവർ കാണുന്നു. അവരുടെ കൂട്ടത്തിൽ അവരെപ്പോലെ ജീവിക്കുന്നു. ഒരു പ്രത്യേകതയും കാണുന്നില്ല. പ്രവാചകനെയും അനുയായികളെയും കുറിച്ച് ഒരു കാര്യം അവർ ഉറപ്പിച്ചു പറയുന്നു: അവർ കള്ളം പറയുന്നവരാണ്. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതെല്ലാം അവർ കളവാക്കി തള്ളിക്കളഞ്ഞു. സത്യത്തെ കളവായി ചിത്രീകരിക്കുക, എന്നിട്ടിതിനെ ശക്തിയായി നേരിടുക. ഈ നിലപാടാണ് ആ സമൂഹം സ്വീകരിച്ചത്. എന്തൊരവസ്ഥയാണിത്! ഈ അവസ്ഥയുടെ പിരിമുറുക്കം പ്രവാചകന്റെ വാക്കുകളിൽ കാണാം. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അക്കാര്യം സത്യമാണ്. നിങ്ങളിൽ നിന്നൊരാളെ നിങ്ങളുടെ പ്രവാചകനായി നിയോഗിച്ചത് ഔഷധ അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെയാണോ നിങ്ങൾ തള്ളിക്കളയുന്നത്? സത്യം കാണാൻ നിങ്ങൾക്ക് കഴിയാത്തതെന്ത്? അന്ധന്മാരെപ്പോലെയായിപ്പോയോ നിങ്ങൾ? എനിക്കെങ്ങനെ നിങ്ങളെ നിർബന്ധിക്കാൻ കഴിയും? നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ നിങ്ങളെ എങ്ങനെ നിർബന്ധിക്കും? നൂഹ് നബി അലൈഹിസ്സലാം
അവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടിരുന്നു. ഇത് സത്യമാണ്, ഇത് അനുഗ്രഹമാണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കുക. നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് സഹായം ചോദിക്കുക. ചെയ്തുപോയ പാപങ്ങൾക്ക് പശ്ചാത്തപിക്കുക. അവൻ നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതരും. നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കും. സത്യമാർഗത്തിൽ നിന്നകന്നു പോവരുത്. ആളുകൾ കല്ലുകൾ വലിച്ചെറിഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിനു നേരെ ശക്തമായ കല്ലേറ്. കല്ലുകൾ ശരീരത്തിൽ തട്ടി മുറിവുകളുണ്ടായി. രക്തമൊഴുകി വല്ലാതെ വേദനിച്ചു നൂഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ റബ്ബേ, വിവരമില്ലാത്ത ജനതയാണ്. അവർ ചെയ്യുന്നതെന്താണ് അവർക്കറിയില്ല. പുറത്തുകൊടുക്കണമേ തന്റെ ജനതയുന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും. നൂഹ് നബി അലൈഹിസ്സലാം തക്കതായ മറുപടി നൽകിക്കൊണ്ടിരുന്നു. സത്യസന്ദേശ പ്രചാരണം കൊണ്ട് ധനസമ്പാദനം ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുകയെന്നത് വളരെ പ്രയാസമുള്ള ജോലിയാണ്. അതിന് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. പ്രതിഫലം നൽകേണ്ടവൻ അല്ലാഹു മാത്രം. ആ പ്രതിഫലം മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. തന്നെ പിൻപറ്റുന്നത് വെറും സാധാരണക്കാരാണെന്നാണ് മറ്റൊരാരോപണം. ഇതിനും ശരിയായ മറുപടി നൽകുന്നു. നിങ്ങളുടെ കണ്ണിൽ അവർ നിസ്സാരന്മാരായിരിക്കാം. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണ്. അവർ മുസ്ലിംകളാണ്. നിങ്ങളുടെ സൗഹൃദം ലഭിക്കാൻ വേണ്ടി ഞാനവരെ ആട്ടിയോടിക്കുകയില്ല. ഞാനവരെ ആട്ടിയോടിച്ചാൽ അല്ലാഹു എന്നോട് കോപിക്കില്ലേ? പിന്നെ എന്നെ ആര് സഹായിക്കും? എനിക്കെവിടെയാണ് ഭയം? നൂഹ് നബി അലൈഹിസ്സലാം പിന്നെയും ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു ഏകനാണെന്നാണ് ഞാൻ പറയുന്നത്. അവൻ എന്നെ ദൂതനായി അയച്ചുവെന്നാണ് ഞാൻ പറയുന്നത്. അത് വിശ്വസിക്കാൻ എന്താണ് പ്രയാസം? വിശ്വസിക്കാൻ പറ്റാത്തതായി ഞാനൊന്നും പറയുന്നില്ല. അല്ലാഹുവിന്റെ ഖജനാവുകൾ എന്റെ കൈവശമാണെന്ന് ഞാൻ പറയുന്നില്ല. റബ്ബേ, ഈ മഹാന്മാരുടെ കൂടെ ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൌസ് നൽകി അനുഗ്രഹിക്കണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.